ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. എ ഡ്രീം കംസ് ട്രൂ. അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഞാൻ കണ്ട സ്വപ്നം എന്ന് പറയുന്നതിലും നല്ലത് ഞങ്ങൾ കണ്ട സ്വപ്നം എന്ന് പറയുന്നതായിരിക്കും. ദർ ഇസ് എ ടൈം ഫോർ ഓൾ ഗുഡ് തിങ്സ്. ഇന്നൊരു അവധി ദിവസമല്ല, അവധി എടുത്ത ദിവസമാണ്. ഞാനും ഹസ്ബൻഡും കൂടെ ഹസ്ബൻഡിന്റെ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ചേർത്തലയിൽ വന്നേക്കുവാണ് കേട്ടോ. അങ്ങനെ യാത്രയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ഫുഡും കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾ കണ്ട സ്വപ്നം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് സ്വപ്നം എന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. ഈ യാത്ര തന്നെയാണ് കേട്ടോ സ്വപ്നം. ഹസ്ബൻഡിന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ജേണി. ഹസ്ബൻഡിന്റെ 5 ചേട്ടന്മാരും അവരവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് എബ്രോഡ് പോവുകയും വരികയും ഒക്കെ ചെയ്തു. അവരെ കൊണ്ടാക്കാനും വിളിക്കാനും ഒക്കെ ചേട്ടന്മാരും ചേട്ടത്തിമാരും ഒക്കെ എന്നെ കൂടെ കൊണ്ടുപോകായിരുന്നു കേട്ടോ. അതുകൊണ്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള പാക്കിംഗ് ഒക്കെ എനിക്ക് സൂപ്പർ ഈസിയാണ്. അപ്പോൾ ഹസ്ബൻഡിന്റെ ട്രാവലിന് വേണ്ടിയിട്ടുള്ള പാക്കിംഗ് ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. തേച്ച് മടക്കി വെച്ചിരുന്ന ഷർട്ടും പാൻറ്റും ഒക്കെ ഇഷ്ടമുള്ളത് നോക്കി എനിക്ക് എടുത്ത് തരുന്നുണ്ട് കേട്ടോ. 10 ദിവസത്തെ വിസിറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി, കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഡ്രസ്സ് പിന്നെ കുറച്ച് സ്നാക്സും അത്ര മാത്രമേ നമ്മൾ പാക്കിങ്ങിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ വരുന്ന നവംബർ 29-ന് ദുബായിലെ സെൻറ് മേരീസ് കാത്തലിക് ചർച്ചിൽ നടക്കുന്ന ഡിജിറ്റൽ ബൈബിൾ ഷോയുടെ ഭാഗമായിട്ടാണ് ഹസ്ബൻഡ് പോകുന്നത്. നമ്മുടെ സ്നേഹബഹുമാനപ്പെട്ട ഷാജി തുമ്പൈച്ചറൽ അച്ഛൻ എഴുതി ഡയറക്റ്റ് ചെയ്യുന്ന UAE-യിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് 150-ലധികം കലാകാരന്മാർ അണിനിരക്കുന്ന അമ്മയോടൊപ്പം എന്ന ഡിജിറ്റൽ ബൈബിൾ ആദ്യത്തെ ഇന്റർനാഷണൽ ജേണി ഇങ്ങനെ ഒരു ദൗത്യത്തിന്റെ ഭാഗമായതിൽ ഞാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ മുഴുവൻ കുടുംബവും സന്തോഷത്തിലാണ്. കൂട്ടത്തിൽ ആ ഷോയുടെ വമ്പൻ വിജയത്തിനുള്ള പ്രാർത്ഥനയുണ്ട്. ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലെല്ലാം എക്സൈറ്റ്മെന്റ് കൂടുതൽ കാണിക്കുന്നത് ഞാനാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് ഹസ്ബൻഡ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് നീണ്ട 25 വർഷങ്ങൾ കൊണ്ട് ഹസ്ബൻഡും 12 വർഷങ്ങൾ കൊണ്ട് ഞാനും സ്വപ്നം കണ്ടുകൊണ്ടിരുന്നൊരു കാര്യമാണ്. ഇനി ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഇതേ സ്വപ്നം കണ്ടവരാണ് കേട്ടോ. അതുകൊണ്ടാണ് എ ഡ്രീം കംസ് ട്രൂ എന്ന് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. ഈ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ബാഗ് കയ്യിലെടുത്തപ്പോഴേ എനിക്കിത് എത്ര കിലോ ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റിയിരുന്നു കേട്ടോ. ഉദ്ദേശം ഒരു 10-12 കിലോ ഉണ്ടാകും എന്നുള്ളത് ബാഗ് കയ്യിലെടുത്തപ്പോഴേ എനിക്കറിയാം. പാക്കിംഗ് കഴിഞ്ഞു, ഇനി യാത്രയ്ക്ക് മുമ്പുള്ള പ്രാർത്ഥനയാവാം. രൂപക്കൂട്ടിൽ തിരിയൊക്കെ കത്തിച്ച് വെച്ച് ബൈബിളൊക്കെ വായിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് സ്തുതിയൊക്കെ കൊടുത്ത് ഞങ്ങളങ്ങ് ഇറങ്ങുവാണ്. 10 ദിവസത്തെ യാത്രയാണെങ്കിലും ഞങ്ങൾ കൊണ്ടാക്കാനായിട്ട് സകുടുംബം പോകുന്നുണ്ട് കേട്ടോ. ഞാനും അമ്മച്ചിയും ജോസൂട്ടിയൊക്കെ കൂടിയാണ് പോകുന്നത്. ഇത് ആദ്യത്തെ യാത്ര ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും എക്സൈറ്റ്മെന്റ് കാണിക്കുന്നത്. ഈ യാത്ര എന്തായാലും കൊല്ലത്ത് വീട്ടിൽ നിന്നായിരുന്നുണ്ടെങ്കിൽ ആളുകളുടെ എണ്ണം കൂടിയാണ് കേട്ടോ. ഫ്ലൈറ്റ് ടൈം പുലർച്ചെ ആണെങ്കിലും ഞങ്ങൾ രാത്രി 11:30 ഇറങ്ങി. അങ്ങനെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ജോമി ചേട്ടന്റെ സ്വന്തം ക്യാരവാനിൽ വന്നിറങ്ങി. ഡിപ്പാർച്ചർ ലോഞ്ചിലോട്ട് കയറുന്നത് കൺകുളിർക്ക് കാണാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കൂടെ പോകുന്ന ടീം മെമ്പേഴ്സ് വരാനായിട്ട് ഇനിയും താമസിക്കും. അതുകൊണ്ട് എയർപോർട്ടിൽ കൊണ്ടുചെന്നാക്കി ഞങ്ങൾ തിരിച്ചു പോകും. ഇന്ത്യക്കകത്ത് പല സ്ഥലത്തും ഹസ്ബൻഡ് ഈ എയർപോർട്ടിൽ നിന്ന് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്റർനാഷണൽ ജേണി ഇത് ആദ്യമായിട്ടാണ്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതൊക്കെയാണോ നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം അല്ലെങ്കിൽ ഡ്രീം കംസ് ട്രൂ എന്ന് പറയുന്നത് എന്ന് തോന്നിയാൽ എനിക്ക് പറയാനുള്ളത് താങ്ക് ഗോഡ് ഫോർ മേക്കിംഗ് ദിസ് ബ്യൂട്ടിഫുൾ ഡ്രീം കം ട്രൂ. ഞാൻ വീട്ടിലോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ ഫോണിൽ ആദ്യമായിട്ട് ബോട്ടിമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.